ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 44. അപ്പോൾ 44ന്റെ റിവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. 43ാം എപ്പിസോഡ്, ഇന്നലത്തെ ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ്, രണ്ടാം ദിവസത്തെ റിവ്യൂ ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വൃത്തിക്ക് പോയിന്റ്സ് ഒക്കെ എഴുതിയൊക്കെ വെച്ചതാണ് എപ്പിസോഡ് കണ്ടിട്ട്. പക്ഷെ ഞാൻ ചെയ്തില്ല. എനിക്കെന്തോ ഇപ്പൊ 2-3 ദിവസമായിട്ട് നമ്മുടെ സിബിൻ ഇപ്പൊ പറയുന്നുണ്ട് മെന്റൽ ട്രോമ. ജാസ്മിൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മെന്റൽ ട്രോമ അടിക്കുന്നു. എനിക്കും മെന്റൽ ട്രോമ അടിക്കാൻ തുടങ്ങി ഈ പണ്ടാരം കണ്ടു. സത്യം പറയാലോ, ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്ത് തേങ്ങയാണ് ഇവിടെ നടക്കുന്നത്? ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു മുതല്? ആ ഒരു മുതൽ അതാണോ ചെയ്യുന്നത്? ലാലേട്ടനെ ഇവിടെ കുറ്റം പറയാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നും പറയുന്നില്ല ലാലേട്ടനെ. കാരണം ലാലേട്ടൻ ജസ്റ്റ് ഒരു ആങ്കർ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടിയുടെ. പുള്ളിക്ക് മേളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മേലിൽ നിന്ന് പറയുന്നത് മാത്രമേ പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലാലേട്ടൻ ഇപ്പൊ എല്ലാ എപ്പിസോഡും അല്ലെങ്കിൽ ഫുള്ള് ലൈവ് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കാരണം ലാലേട്ടൻ സിനിമ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. സിനിമ ചെയ്യുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ലൈവും കണ്ടുകൊണ്ട് അഭിനയിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഫുൾ ലൈവ് ഒന്നും കാണുന്നില്ല. ലാലേട്ടൻ വീക്കെൻഡിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബിഗ് ബോസിലുള്ള ടീമുകൾ കുറച്ച് വീഡിയോസും കാണിച്ചു കൊടുക്കും, പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതാണ് ബേസിക്കലി നടക്കുന്നത്. ലാലേട്ടൻ അത് വെച്ചിട്ട് പിന്നെ അവർ പറയുന്നത് ലാലേട്ടന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന മുതല് ആ ഒരു ക്രൂ മെമ്പേഴ്സ് ലൈക്ക് കണ്ടസ്റ്റൻസ് അല്ല, ഈ ബിഗ് ബോസിന്റെ ഫുൾ ഒരു ടീം അവരെന്താണ് ജനങ്ങളെ പറ്റിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജാസ്മിനോടൊക്കെ എന്താ എനിക്ക് അറിയാൻ പാടില്ല. ജാസ്മിൻ, റസ്മിൻ, ഗബ്രി ഇവർക്ക് ഫുൾ ഫ്രീഡമാണ്, എന്തും കാണിക്കാം. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഗബ്രിയുടെ അല്ല, നമ്മുടെ റസ്മിൻ ബായ് മറ്റേ പവർ ടീമിന്റെ ഫുഡൊക്കെ വലിയ തള്ളൊക്കെ തള്ളുന്ന ചേച്ചിയാ. ആ ചേച്ചി നൈസായിട്ട് മറ്റേ ഫുഡൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നോറയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. തെറ്റൊന്നുമല്ല, അങ്ങനെ ചെയ്യാലോ. ചേച്ചി അവരെയൊക്കെ എന്ത് പറയാനാ ബിഗ് ബോസ് അല്ലേ? എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കാൻ നേരത്ത് വേറെ വല്ലവരും ഇപ്പം സിബിനോ അല്ലെങ്കിൽ ജിൻഡോ ഒക്കെ ആണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചേനെ, വേറെ ആരാണെങ്കിലും അവിടെ. ഇത് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടു. ഇവരുടെ ഈ ജാസ്മിന്റെ കേസിലാണെങ്കിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ജാസ്മിന്റെ വൃത്തിയെ പറ്റിയിട്ടുള്ളതാണെങ്കിലും പറഞ്ഞ് അവിടെ വിട്ടിട്ടങ്ങ് പോയി. ശിക്ഷയും തേങ്ങയൊന്നും ഇല്ല അവിടെ. ഓക്കെ, റസ്മിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ശിക്ഷയൊന്നും ഞാൻ കണ്ടില്ല. എന്നിട്ട് പവർ ടീം അതിലെനിക്ക് ഗബ്രിയോട് പിന്നെയും അത് ഗബ്രിയുടെ ഗെയിമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല വൃത്തികെട്ട പേരാണ് പുറത്തുനിന്ന് അവന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ജാസ്മിന്റെ ആ ഒരു കയ്യിൽ നിന്ന് ആ ഒരു കംഫർട്ട് സോൺ വിട്ട് അവൻ പവർ ടീമിലേക്ക് ഇതിപ്പോ പവർ ടീമിലേക്ക് കയറിയിട്ടുണ്ട്. ഗബ്രി ഒരു ചെറിയ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പൊ അതിനകത്ത് നമ്മുടെ നന്ദനയും ഗബ്രിയും ജിൻഡോയും അഭിഷേകും ഒക്കെയാണ് മത്സരിച്ചത്. അതിനകത്ത് ഗബ്രി ജയിച്ചു. അങ്ങനെ ഗബ്രി പവർ ടീമിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് റസ്മിനുള്ള അടുത്ത നോമിനേഷൻ ആരൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളൊരു അത് പവർ ടീമിന്റെ ഡയറക്ടർ ഒരാളെ നോമിനേറ്റ് ചെയ്യും. അതിനകത്ത് റസ്മിനെ ഇട്ടു. അതിനവർ കാരണം പറയുന്നത് ഈ ഫുഡ് കൊണ്ട് കൊടുത്തതിനാണ്. അത് ഇന്ന് ഗബ്രി ആ ഒരു പവർ ടീമാണ് ചെയ്തത്. അല്ല ലാലേട്ടനും ബിഗ് ബോസും ഒന്നും ഒരു തേങ്ങയും ചെയ്തില്ല. അവരപ്പോഴും അത് വിട്ട് കളയുകയാണ്. അതാണ് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞാൽ അതാണ് പൊളിഞ്ഞു പോയത്. കുറെ കാര്യങ്ങൾ അവര് മുക്കിക്കളയുന്നു, ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു. അതാണെങ്കിൽ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. എന്ത് തേങ്ങ സിബിനെയൊക്കെ എടുത്തിട്ട് വാട്ടുന്ന നമ്മൾ കണ്ടു. ഇന്ന് സിബിനെ ഒന്ന് കാണണം, തകർന്ന് അടിഞ്ഞ് മറ്റേ തീർന്നു അണ്ണൻ. ആ ഒരു അവസ്ഥയിലാണ് സിബിൻ ഇരിക്കുന്നത്. അത് സിബിന്റെ ഗെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 80% ഞാൻ പറയുന്നത് സിബിന്റെ ഗെയിം അല്ല. സിബിൻ ശരിക്കും പോയി അണ്ണൻ. എന്തോ ഒരു മെന്റൽ ട്രോമ, പഴയ എന്തോ പുള്ളിയുടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പുള്ളി ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും തകർന്നടിഞ്ഞ് മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. അതിനകത്ത് ഗെയിം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. സിബിൻ പലതവണ പറയുന്നുണ്ട് എനിക്ക് പോണം എന്നിട്ട് മറ്റേ മൈക്കൊക്കെ ഊരി വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കൺഫെഷൻ റൂമിൽ വിളിക്കുമ്പോഴും പുള്ളി പറയുന്നുണ്ട് പോണം. അത് കഴിയുമ്പോൾ പുള്ളി പറയുന്നുണ്ട് എനിക്ക് പോണമെന്നില്ല, പക്ഷെ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആണ്. ഒരു സൈക്കാട്രിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആവുമോ, സംസാരിച്ചു കഴിഞ്ഞാൽ റെഡി ആവത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ എനിക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന് മുമ്പ് ജാസ്മിനും ഗബ്രിയൊക്കെ ഇങ്ങനെ ഡൗൺ ആയിട്ടിരുന്നപ്പം അവർക്കും പോണം എന്നൊക്കെ. ജാസ്മിൻ മറ്റേ കരച്ചിലും ഉസ്താദ്. ജാസ്മിന്റെ ഈ കുറെ പരിപാടികൾ ഇന്നും ഉണ്ട്. എനിക്ക് താല്പര്യമില്ല ജാസ്മിനെ ഒരു പരിധിക്കുള്ളിൽ ഇപ്പം പറയാൻ തന്നെ. കാരണം ബിഗ് ബോസ് ടീം തന്നെ നോക്കുന്നത് അവിടെ ആ അകത്തുള്ള ബിഗ് ബോസ് ക്രൂവിലെ എല്ലാവരും അവർക്ക് വേണ്ടത് പുറത്ത് ജാസ്മിനെ പറ്റി ഇങ്ങനെ നമ്മളാണെങ്കിലും ഒക്കെ സംസാരിച്ച് അവർക്കൊരു ഹൈപ്പ് കിട്ടണം എന്നുള്ളൊരു സാധനമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്ന കാര്യം സിബിന്റെ കേസിൽ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇവര് തന്നെ ഈ ജാസ്മിനും ഗബ്രിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇവരുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് സൈക്കോളജിസ്റ്റിനെ കാണുന്നു. അടുത്ത ദിവസം ഇവർ വീണ്ടും ഊർജ്ജസ്വലരായിട്ട് വരുന്നു. സിബിന്റെ കേസിലും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ല കൂടുതലൊന്നും സംഭവിക്കത്തില്ല.
പറഞ്ഞൊന്നും എന്തായാലും സിബിൻ ഇറങ്ങി പോകത്തില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ ഈ ഒരു 2 ദിവസം നല്ല നെഗറ്റീവ് സിബിന് കിട്ടി. സിബിനും അത് ചിന്തിക്കുന്നുണ്ടായിരിക്കും, 2 ദിവസം നല്ല രീതിയിലിട്ട് വാട്ടി തുപ്പി ആശാനെ. സോ ജനങ്ങളുടെ ഫ്രണ്ടിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് മാറ്റണമെങ്കിൽ അടുത്ത ദിവസം ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച നല്ല വിഷമിച്ച് സീനായിട്ടുള്ള സിബിനെ ജനങ്ങൾക്ക് കാണാൻ പറ്റണം. അതിപ്പോ സിബിൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ദിവസം സൈക്കോളജിസ്റ്റ്, ഇന്ന് തന്നെ സൈക്കോളജിസ്റ്റ് വിളിക്കും, സൈക്കോളജിസ്റ്റ് എടുക്കാൻ പോയി കഴിയുമ്പോൾ ഓക്കെ, നാളെ തൊട്ട് വീണ്ടും ഗെയിം കളിക്കാം. സിബിൻ അങ്ങനെയും ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ ഇത് കളിക്കുന്നത്, ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു 80% എനിക്ക് തോന്നുന്നത് ആശാൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമാണ്, ഒന്നും ഒരു പരിധി കൂടുതലതിനകത്ത് നമുക്ക് മറ്റേ തർക്കിച്ചങ്ങോട്ട് ജയിക്കാനൊന്നും ഞാനില്ല, അത് നമുക്ക് പറ്റത്തില്ല. കാരണം ഒരാളുടെ മൈൻഡാണ്, എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചിന്തിക്കാം. ഓക്കെ, 2 രീതിയിലേ ഇതിനെ ഇപ്പൊ കാണാൻ പറ്റുള്ളൂ. ആ 2 രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നടന്നൊരു കാര്യം, പവർ നോമിനേഷൻ ലിസ്റ്റിലേക്കൊക്കെ കുറെ പേരെ ഇടുന്നുണ്ട്. അൻസിബയ്ക്കാണ് കൂടുതൽ പണി കിട്ടുന്നത്, അൻസിബ പോകണം എന്നുള്ളൊരു കേസൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ പൂജയുടെ കേസ് ഞാൻ പറഞ്ഞില്ല. പൂജയുടെ കാര്യം, ആ ഒരു കാര്യത്തിൽ എനിക്ക് ബിഗ് ബോസിനോട് ഒരു പരാതിയുണ്ട്. അതായത് മാക്സിമം അത് കണ്ടന്റ് വൈസ് യൂസ് ചെയ്യാൻ നോക്കി. ആ കൊച്ച അവിടെ കിടന്ന് അതിന് വയ്യ, നടു പൊളയുന്നുണ്ട്. അത് മാത്രമല്ല, പൂജയുടെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇതൊരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി, ഇവിടെ ടാസ്കുകളുണ്ട്. ഇങ്ങനെ ഡിസ്കിനൊക്കെ കംപ്ലൈന്റ് ഉള്ള ഒരാളാണെങ്കിൽ വീട്ടിലിരിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ടാസ്കുകൾ ഉണ്ടെന്ന് അറിയാം, ഞാൻ കുറ്റം പറയല്ല, പക്ഷെ റിയാലിറ്റി ആണത്. അങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ഓടിച്ചാടി നടക്കുമ്പോഴത്തേക്ക് ഡിസ്കിന് അസുഖമുള്ള നടുവേന നമുക്ക് അറിയാം. പ്രത്യേകിച്ച് ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ഒരാൾ വന്ന് ഇങ്ങനത്തെ കട്ടായങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പണി കിട്ടും. അത് പൂജയാണ് കൂടുതൽ മനസ്സിലാക്കി ഇങ്ങനെയുള്ള സാധനത്തിൽ നിന്ന് ഒഴിവാവേണ്ടത്. അതപ്പം പൂജ കുറ്റം പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആരാണെങ്കിലും പോകും. സോ പൂജ അതിന് പോയി. എന്നാൽ ഈ ബിഗ് ബോസിന്റെ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള അവിടെ ഇരിക്കുന്ന ചേട്ടന്മാർക്ക് അറിഞ്ഞൂടെ ഈ കൊച്ചിങ്ങനെ മെഡിക്കൽ പരിപാടി, ഇങ്ങനെ മെഡിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അത് തിരക്കിയിട്ടായിരിക്കുമല്ലോ ആൾക്കാരെ കയറ്റുന്നത്. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ അങ്ങനെ അവിടെ കൊണ്ടുപോകാമോ? ഇത്രയും നടുവിന് പ്രശ്നമുള്ള ഒരാളെ അവിടോട്ട് കയറ്റിയത് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റ്, ബിഗ് ബോസ് ടീം ചെയ്ത തെറ്റ്. നിങ്ങൾ എന്തായാലും അന്വേഷിക്കുമല്ലോ, ഒരാളെ അതിനകത്തോട്ട് കയറ്റുമ്പോഴത്തേക്കും വല്ല അസുഖങ്ങളൊക്കെ ഉള്ളതാണോ? അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ എന്തിന് നിങ്ങൾ ആ കൊച്ചിനെ അതിനകത്ത് കയറ്റി? അത് കയറ്റുകയും ചെയ്തു. ഇന്നതവിടെ വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴത്തേക്ക് മാക്സിമം അതിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി. ആദ്യമേ അതിന് നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് കട്ടിലെന്ന് എണീക്കാൻ പറ്റുന്നില്ല. സോ നേരത്തെ തുടങ്ങിയതാണ് അതിന് വയ്യാഴിക. എന്നിട്ട് മാക്സിമം അതിനെ അവിടെ ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കാവുന്ന കണ്ടന്റ് മൊത്തം ഊറ്റിയെടുത്തിട്ട് ജനങ്ങളിലേക്ക് മറ്റേ ആ ഒരു സെന്റിമെന്റ് സാധനം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് അതിനെ മറ്റേ സ്ട്രക്ചറിൽ അങ്ങ് കൊണ്ടുപോയി, അല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടി, ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒരു മെന്റൽ ട്രോമ, എന്തോ ഒരു സംതിങ് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് ഈ പണ്ടാരം കാണുമ്പോൾ. ഇപ്പം എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. കാരണം എനിക്ക് മാത്രമല്ല, ജനങ്ങളെല്ലാവരും പറ്റിക്കുകയാണല്ലോ. കുറെ ആൾക്കാർ ഇതും വിശ്വസിച്ച് ഇതിന്റെ പേരിൽ കുറെ അവരുടെ സമയവും വേസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനമൊക്കെ എനിക്കിന്ന് സത്യമായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ. ഇന്നലെ ഞാൻ അതാണ് കുറെ എനിക്ക് മടുപ്പായത് ഒരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെ. ഇന്നിതിപ്പോൾ അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കുക. പിന്നെ വിചാരിച്ചു ഓക്കെ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യാതിരിക്കണ്ട, ഇന്നങ്ങ് ചെയ്തേക്കാം. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുക. കാരണം കയ്യിൽ നിന്ന് പോയി, സത്യം പറയാലോ. എന്തൊക്കെ ഇങ്ങനത്തെ ഒരു മനുഷ്യത്വം ഇവര് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ലാലേട്ടൻ പറയുന്നത് കേട്ടു, മനുഷ്യത്വത്തിന്റെ കാര്യത്തിലൊക്കെ. ഇതാണോ മനുഷ്യത്വം? ഒരു പെങ്കൊച്ചവിടെ കിടന്ന് കൂവി വിളിച്ചിട്ട് മാക്സിമം ഇട്ട് കണ്ടന്റ് ഉണ്ടാക്കിയ ചൈനെ സ്ട്രക്ചർ കയറ്റി വിട്ടേക്കുന്നു. ഇനി അതിന് തിരിച്ചു വരാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഡിസ്കിനൊക്കെ പ്രശ്നമുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എണീക്കാൻ പോലും പറ്റുന്നില്ല ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇപ്പൊ പുറത്ത് കേസും പണ്ടാരമൊക്കെ കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിനെതിരെ. ഇപ്പൊ ഇതും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും പൂർത്തിയാകുമെന്ന് എനിക്ക് തോന്നുന്നത്. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വേണമെങ്കിൽ കേസെടുക്കാം. ഒരു കൊച്ചവിടെ കിടന്ന് കൂവി വിളിച്ച് അതിന് വയ്യാതായിട്ടും അതിനായിട്ട് കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഷ്ടം. എന്തായാലും പറഞ്ഞ കാര്യത്തോട് ആരെങ്കിലും ഒക്കെ യോജിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.